പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒരുപാട് കേട്ടിരുന്നതാണ് വയറ് കുറവാണെന്നുള്ളത്. അങ്ങനെയല്ല, കുറ്റം പോലെയല്ല. എല്ലാരും ചോദിക്കുക എത്ര മാസമായി, ചിലപ്പോ ഞാൻ 6 months ആയി ഉണ്ടാവും, ഒരു 3 months പിന്നെ വെയിറ്റ് അങ്ങനെ ഗെയിൻ വെയിറ്റ് ഗെയിൻ ഒക്കെ ചെയ്തു. ഒരു 12 kg അടുത്ത് ലാസ്റ്റ് മൊത്തം സൈക്കിളില് 12 kg കൂടി. പക്ഷെ ഹൈറ്റ് നോർമൽ ഇവിടുത്തെ ലേഡീസിനെ വെച്ച് നോക്കുമ്പോഴൊക്കെ ഹൈറ്റ് ഇവൾക്ക് 5'9" ഉള്ള കാരണം കൊണ്ടാണ് അതങ്ങനെ തോന്നാത്തത്. ചിലർ പറയും ഉൾവയറെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയും തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ വയറ് പുറത്തോട്ട് കണ്ടിരുന്നില്ല. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ചിലർ ചോദിക്കും ക്ഷീണമായിട്ടാന്ന് വിചാരിക്കും, ചിലർ എത്ര മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ എനിക്ക് അതെല്ലാവരുടെയും ഓരോരുത്തരുടെയും ബോഡി നേച്ചർ അനുസരിച്ചാണ്. അപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബാക്ക് ടു നോർമൽ ആയത് അങ്ങനെയൊക്കെ. ആക്ച്വലി ഞാനൊന്നും ചെയ്തിട്ടില്ല. ദൈവം സഹായിച്ച് ആ പഴയ രൂപത്തിലോട്ട് മസിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. മസിൽ ലോസ് ആണ് ആക്ച്വലി വന്നിരിക്കുന്നത്. കാരണം ഞാനെപ്പോഴും പറയും, ശരിക്കും ഇവളുടെ ബോഡി സ്ട്രക്ചർ നല്ല ഇതായിരുന്നു, മസിലൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അത് പറയുമ്പോഴോ എനിക്കറിയാം, പക്ഷെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ശരിക്കും മസിൽ ലോസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അതിന് വർക്കൗട്ട് ചെയ്ത് തന്നെ ബാക്ക് ടു നോർമൽ ആ ഒരു ഇതിലേക്ക് വരുള്ളൂ, പൊസിഷനിലേക്ക്, ഐ മീൻ ആ ഒരു സ്ട്രക്ചറിലേക്ക് വരുള്ളൂ. എന്റെ പണ്ടത്തെ ഡ്രസ്സൊക്കെ എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട്. എനിക്കാണ് ഡെലിവറിയുടെ ടൈം ആയിരുന്നപ്പോ എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ ആൾക്കാർക്ക് പറയാനായിട്ട് ഓരോ കാരണങ്ങളുണ്ടാവും. വണ്ണം കൂടിയോ വണ്ണം കുറഞ്ഞോ, അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എഫേർട്ട് എടുത്ത്, അതിപ്പോൾ വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം ട്രൈ ചെയ്യുക. എന്നിട്ട് നടന്നില്ലെങ്കിൽ ഓക്കെ. ഇതൊന്നും ചെയ്യാതെ നമ്മൾക്ക് ആൾക്കാർ എന്തെങ്കിലും പറയണോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് എടുത്ത് എന്തെങ്കിലും ട്രൈ ചെയ്ത് മാറ്റാം. അതാണ് എനിക്ക് പലപ്പോഴും ബോഡി ഷേമിങ്ങിന് ആൾക്കാർ പറയെങ്കിലും പലപ്പോഴും ആൾക്കാർ അതിന് വേണ്ടി ട്രൈ ചെയ്യില്ല. എന്നാൽ അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ചിലവരുണ്ട്, എൻ്റെ ബ്രദറൊക്കെ, അവനൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല വയറ് ചാടി എന്ന് പറയുന്നത് അവന് വിഷയമുള്ള കാര്യമല്ല. അവനെ സംബന്ധിച്ച് അതങ്ങനെയാണ്. അത് അങ്ങനെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് മുടി പോണതിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വെച്ചാൽ എനിക്ക് കിലോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം എനിക്കത് ഡോക്ടർ പറഞ്ഞേക്കണത് അത് ചെയ്താൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവുന്നുണ്ട്. പിന്നെ പടത്തിലെ മറ്റേ വിക്രമൻ്റെ അവസ്ഥ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അത് എനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന് വേണ്ടി ട്രൈ ചെയ്യുക. അതെന്തെങ്കിലും അതിനെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് ലെവലിലേക്ക് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആവുക. അതാണ് വേണ്ടത്. അതല്ലാതെ ആൾക്കാർ പറയണ കേട്ട് ഡൗൺ ആവാതെ ഇരിക്കുക. അങ്ങനെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ചെയ്യാന്നുള്ളതാണ്.